അർബുദം ബാധിച്ച ശേഷം രേണു സുധി മുടി മുറിച്ചിരുന്നു. കീമോ ആരംഭിച്ചാൽ മുടി കൊഴിയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അതിനു മുമ്പായി രേണു മുടി മുറിച്ച് നോക്കിയത്. അമ്മയുടെ മാറ്റം മകൾ ഋതുവിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. തൻ്റെ മുടി മുറിച്ചതും അവശതയിലുള്ള കിടപ്പും ഏറ്റവും കൂടുതൽ തളർത്തുന്നത് മകനെയാണെന്ന് രേണുവും പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നല്ലാതെ രോഗത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമൊന്നും ആ 6.5 വയസ്സുകാരന് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം അവനെ വേദനിപ്പിക്കുന്നതും. ഇപ്പോഴത്തെ മകൻ്റെ സങ്കടത്തിന് താൽക്കാലിക പരിഹാരം എന്നോണം പഴയ രേണുവാകാനായി താരം ഒരു വിഗ് വെച്ചിരിക്കുകയാണ്. കോട്ടയത്തുള്ള ഹെഡ്സ് ഹെയർ ഫിക്സിംഗ് ആണ് രേണുവിന് വിഗ് സമ്മാനിച്ചത്. ഹെയർ ഫിക്സിങ്ങിൻ്റെ കോട്ടയത്തെ ബ്രാഞ്ചിലാണ് ഉള്ളത്. ഇവരുടെ MD ഞങ്ങളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുകയായിരുന്നു. ഞങ്ങൾ രേണുവിൻ്റെ വീഡിയോകളെല്ലാം കാണാറുണ്ട്. മുടിമുറിച്ച സമയത്ത് വന്ന കമൻറ്റുകൾ കണ്ടിരുന്നു. മുടിയില്ലാത്ത രേണുവിനെ കാണുമ്പോൾ വിഷമം തോന്നുന്നുവെന്ന തരത്തിലായിരുന്നു കമൻറ്റുകളെന്നും അതിനാലാണ് എന്നെ അവർ വിഗ് വെച്ച് തരാനായി കോൺടാക്റ്റ് ചെയ്തതെന്നും പറഞ്ഞു. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഇവരുടെ ഷോപ്പ്. ഹെഡ്സ് ഹെയർ ഫിക്സിങ്ങിൽ വന്നാൽ നല്ല രീതിയിലുള്ള ഇണങ്ങുന്ന ഒറിജിനാലിറ്റി തോന്നിക്കുന്ന വിഗ് വാങ്ങാൻ കഴിയും. ഇതെല്ലാം അവർ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനും വിഗ് വാങ്ങാനായി വന്നത്. ഈ സ്ഥാപനത്തിൻ്റെ MD എന്നെയല്ല ചേച്ചിയാണ് കോൺടാക്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ വരുന്നതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കാര്യങ്ങൾ. ഗിഫ്റ്റായിട്ട് തരികയാണെന്ന് എന്നാണ് പറഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയൊരു വിഗ് ലഭിച്ചതിൽ. കാരണം ഋതപ്പനും വലിയ സന്തോഷമാകും. എൻ്റെ മുടി മുറിച്ചതിൽ അവന് വലിയ വിഷമമായിരുന്നു. അമ്മയുടെ പഴയ മുടിയായിരുന്നു നല്ലത് എന്നൊക്കെ മോൻ പറയുകയും എൻ്റെ പഴയ ഫോട്ടോകൾ അവൻ എടുത്ത് കാണിക്കുകയുമെല്ലാം ചെയ്യുമായിരുന്നു. അമ്മ ഇതുപോലെ ആകണേ എന്നാണ് അവൻ പറയാറ്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ അതിന് പരിഹാരമായി ഒന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിനിടയിൽ കുറച്ച് ദിവസം ICUവിലുമായി. ഒരുപാട് നല്ല ആളുകൾ വന്ന് എന്നെ കാണുകയും സഹായിക്കുകയുമെല്ലാം ചെയ്യുന്നുണ്ട്. വിഗ് വെക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും രേണു പറഞ്ഞു. മുമ്പുണ്ടായിരുന്ന മുടി എങ്ങനെയാണോ അതേ സ്റ്റൈലിലാണ് വിഗ് വെക്കാൻ പോകുന്നത്. വിഗ് വെച്ചുവെന്ന ഫീൽ ലഭിക്കില്ല. ഡെൻസിറ്റി കുറവാണ്. മുഖത്തിന് വലിയ മാറ്റങ്ങൾ വിഗ് കാരണം വരില്ല എന്നാണ് ഹെഡ്സ് ഹെയർ ഫിക്സിംഗ് ടീം പറഞ്ഞത്. നിരവധി പേരാണ് വിഗ് വെക്കാമെന്ന രേണുവിൻ്റെ തീരുമാനത്തെ അഭിനന്ദിച്ച് എത്തിയത്. പഴയതിലും സുന്ദരിയായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും ടെക്നോളജി ഉണ്ട്. പിന്നെ എന്തിനു വിഷമിക്കണം? ഹാപ്പിയായിരിക്കാൻ ശ്രമിക്കുക. എല്ലാം പതിയെ മാറും. രേണു സന്തോഷത്തോടെ ഇരിക്കുക. മനസ്സിന് ധൈര്യം കൊടുക്കുക. പഴയതിലും മിടുക്കിയായി തിരിച്ചു വരും രേണു. ആര് എന്ത് നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യരുത്. നെഗറ്റീവ് കമൻറ്റുകളൊന്നും നോക്കരുത്. മനസ്സ് സന്തോഷമായിരിക്കണം. പറയുന്നവർ അവിടെ കിടന്ന് പറയട്ടെ. ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുക. നീ തിരിച്ചു വരും ഉറപ്പായിട്ടും എന്നിങ്ങനെയുള്ള ആശ്വാസവാക്കുകളാണ് രേണുവിൻ്റെ കമൻറ്റ് ബോക്സിൽ നിറയുന്നത്.